ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ആദ്യത്തെ എക്സാം കിട്ടുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ചില ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഇനി പ്രീവിയസും ചോദിക്കണമെന്ന് വിചാരിക്കും. തൊട്ടടുത്ത പരീക്ഷയിൽ എന്ത് ചെയ്യും? വീണ്ടും അത് തന്നെ ചോദിക്കും. എനിക്ക് തോന്നുന്നു റാങ്ക് ഫെയിൽ ഞാൻ ഒരു 7 or 8 തവണ റിവൈസ് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് നോക്കിയിട്ടുണ്ട്. CSEB എക്സാമിനേഷൻ എഴുതുന്ന ഉദ്യോഗാർത്ഥികളുടെ എല്ലാവരുടെ ഒരു പൊതുവായുള്ള പരാതി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എത്തുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ കട്ട് ഓഫിന്റെ തൊട്ട് താഴെ അല്ലെങ്കിൽ കുറച്ച് ബാങ്കിൽ വന്നിട്ട് നമ്മൾ എത്തുന്നില്ല, അങ്ങനെ കുറച്ച് പരാതികളുള്ള കുറേ ഉദ്യോഗാർത്ഥികൾ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എപ്പോഴും നമ്മൾ പറയാറുണ്ട് നിങ്ങളുടെ എക്സലൻസിലേക്ക് നിങ്ങൾ ഉയരുക എന്നുള്ളതായിട്ടില്ല. അപ്പോൾ എക്സലൻസിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ CSEB ജോലി നമുക്ക് ഇഷ്ടമുള്ള ബാങ്കിൽ ജോലി ചെയ്യാം എന്ന് തെളിയിക്കാൻ കഴിവുള്ള ഒരു കൂട്ടം ആൾക്കാരാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അതിൽ ആദ്യത്തെ ആൾ വേറെ ആരുമല്ല, നമ്മുടെ വിവേകാണ്. വിവേക് എന്ന് പറയുമ്പോഴത്തേക്ക് വിവേകിന് നമ്മുടെ ഓഫ്ലൈൻ ബാച്ചിലോട്ട് വന്നതിന് ശേഷം പോർഷൻ കംപ്ലീറ്റ് ആകുന്നതിന് മുന്നേ എഴുതിയ പരീക്ഷ തൊട്ട് ലിസ്റ്റിൽ വന്നു തുടങ്ങിയ ആളാണ് വിവേക്. ഇപ്പോൾ നിലവിൽ വന്നതിന് ശേഷം അതിൽ നിന്ന് തന്നെ അഡ്വൈസ് മേടിച്ചു. ഇപ്പോൾ 2ാമത്തെ പരീക്ഷയുടെ റിസൾട്ട് വന്നു. അതിൽ എത്ര ബാങ്കിലുണ്ടാ? അതിൽ സാർ 23 ബാങ്കിന്റെ ലിസ്റ്റ് ഉണ്ടായിരുന്നു ടോട്ടൽ. പക്ഷെ ഞാൻ ഇന്റർവ്യൂവിന് ഒരൊറ്റ മാത്രമേ പോയിട്ടുള്ളൂ. അതാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ്. അവിടെ തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ വിവേക് 3ാമത്തെ ബാങ്കിലാണ് ഇപ്പൊ ജോലി. 3ാമത്തെ ബാങ്കിൽ ആദ്യം വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് ആയിരുന്നു, അത് നേരത്തെ. അതിന് ശേഷം വാട്ടർ അതോറിറ്റി എംപ്ലോയീസിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഏകദേശം 2 മാസം ഇരുന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നെ മൈലച്ചൽ സർവീസ് എന്ന ബാങ്കിൽ ഇരുന്നു, അവിടെയും കറക്റ്റ് ഏകദേശം 2 മാസം ഇരുന്നു. അതിനുശേഷമാണ് ഈ ലിസ്റ്റ് വന്നത്. ഈ ലിസ്റ്റ് വന്നപ്പോഴത്തേക്ക് വീടിന്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ ഉള്ളു. അപ്പൊ പിന്നെ വീട്ടിലെല്ലാരും പറഞ്ഞു ഇവിടെ കുറച്ചും കൂടി വെൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇതാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നത്. നമ്മുടെ കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രമാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ്. അപ്പോൾ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് സർവീസ് സഹകരണ ബാങ്കിലാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ വിവേക് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വിവേകിനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് പ്രധാനമായിട്ടും ഈ വീക്കിലി എക്സാമിനേഷൻ ട്രോഫി കൊടുത്തുള്ള ഓർമ്മകളാണ്. ഇവന്റെ റെക്കോർഡ് തകർക്കാൻ എത്ര ട്രോഫി ഉണ്ടോ വീട്ടിൽ? എനിക്ക് തോന്നുന്നു ഒരു റിവിഷൻ എക്സാം ഉൾപ്പെടെ 7 ട്രോഫി. വീക്കിലേക്ക് നമ്മൾ വീട്ടിൽ കൊടുത്തു വിടില്ല, ട്രോഫി മന്ത്ലിക്കാണ് വീട്ടിൽ കൊടുത്തു വിടുക. ഓക്കെ, അപ്പോൾ 7 ട്രോഫികൾ നമ്മുടെ സഹകാരിയിൽ തന്നെ ചിലപ്പോൾ ഒന്നോ രണ്ടോ അവസ്ഥയിൽ മാത്രമേ എനിക്കൊന്ന് വിവേകിന്റെ ഒരു കോമ്പറ്റീഷനായിട്ട് ഫസ്റ്റ് റാങ്കിൽ വേറെ ആൾക്കാർ വന്നിട്ടുള്ളൂ അല്ലേ സാർ? അത് വീക്കിലിക്ക് മാത്രം ഞാൻ പറയുന്നുണ്ട്. വീക്കിലിക്ക് മാത്രമേ 2nd, 3rd വന്നിട്ടുള്ളൂ. അവിടെ അല്ലാതെ ഈ മന്ത്ലി എക്സാം നടത്തിയിട്ടുള്ളതിൽ എപ്പോഴും ഫസ്റ്റ് വിവേക് തന്നെയാണ്. അപ്പോൾ കൺസിസ്റ്റന്റ് ആവുക എന്നുള്ളതാണ്. ആ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ വരുന്ന പരീക്ഷകളൊക്കെ നിങ്ങൾ എവിടെയൊക്കെ എഴുതിയാലും നിങ്ങൾ റാങ്ക് ലിസ്റ്റ് വരും എന്നുള്ള കാര്യം നമുക്ക് അഡ്വാൻസ് ആയിട്ട് അറിയാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരുന്നു വിവേക്. വിവേകിനൊപ്പം വിവേകിൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് പേര് പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ വിവേക്, നമുക്കിപ്പോൾ നിലവിൽ സഹകാരിലോട്ട് വന്നിട്ടുള്ള ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ സഹകാരി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ആദ്യത്തെ എക്സാം കിട്ടുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആകെ 3 ബാങ്ക് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് എനിക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ആ 3 ബാങ്കിന്റെ ലിസ്റ്റിൽ വരികയും ചെയ്തു. പിന്നെ എനിക്ക് സഹകാരിയെ പറ്റി എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ റാങ്ക് ഫയൽ. ഞാൻ കൂടുതലും നോക്കിയത് റാങ്ക് ഫയലായിരുന്നു. അതായത് ഈ ആദ്യത്തെ എക്സാമിന് പോകുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ആ റാങ്ക് ഫയൽ ഞാൻ ഒരു 7 or 8 തവണ റിവൈസ് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് നോക്കിയിട്ടുണ്ട്. ഈ റാങ്ക് ഫയൽ തന്നെയാണ് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത്. പി വൈക്കിൻ്റെ ബുക്ക്. പിന്നെ അതുപോലെ തന്നെ ക്ലാസ്സും നല്ല ക്ലാസ്സുകളായിരുന്നു പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ മെൻറ്റേഴ്സും അതുപോലെ തന്നെ എല്ലാവിധ സപ്പോർട്ടും മെൻറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പേഴ്സണൽ മെൻറ്റർ ആരായിരുന്നു? നമ്മുടെ രേഷ്മയായിരുന്നു മെൻറ്റർ. രേഷ്മയുടെ ബാച്ച് എന്നുള്ള ഓഫ്ലൈൻ മെൻറ്റർഷിപ്പിൽ നമുക്ക് രേഷ്മയുടെ ബാച്ച് എന്നുള്ള ഒരു ആളാണ് വിവേക് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ അത് രേഷ്മയ്ക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓഫ്ലൈനിൽ ഫോളോ ചെയ്യുന്ന രീതികളെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ക്ലാസ് ആണ് വരുന്നത്. 2 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഡെയിലി എക്സാമിനേഷൻ. അപ്പോൾ ഈ ഡെയിലി എക്സാമിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നീ എങ്ങനെയാണ് അതിൻ്റെ അപ്രോച്ച് എങ്ങനെയായിരുന്നു? സാർ, എനിക്ക് തോന്നിയത് ഡെയിലി എക്സാമിനേഷൻ കുറച്ചും കൂടി എന്നെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചും കൂടി എനിക്ക് എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളൊരു ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരുപാട് പുതിയ ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ടായിരുന്നു. ഈ പുതിയ ക്വസ്റ്റ്യൻസ് കിട്ടുന്നത് തന്നെയായിരുന്നു എങ്ങനെ എക്സാം ക്രാക്ക് ചെയ്യാന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് ഡെയിലി എക്സാമിനേഷൻ എല്ലാ ചോദ്യവും കൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർ ചോദിക്കാൻ ചോദ്യം ഉണ്ടാവില്ല.
ഓക്കെ. അപ്പോൾ ഏറ്റവും പ്ലസ് ആയിട്ട് നിനക്ക് വന്നിട്ടുള്ളത് നമ്മുടെ ഇതാണ്, നമ്മുടെ വീക്കെൻഡ് ട്രോഫി എക്സാമിനേഷനും അതുപോലെ നമ്മുടെ ഈ പറഞ്ഞ പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ റിവിഷൻ. അപ്പോൾ അത് വളരെ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ എപ്പോഴും നമ്മളിപ്പോൾ CSCB പുതിയ പാറ്റേൺ കാണുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും, ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തോന്നും ഇനി പ്രീവിയസും ചോദിക്കണമെന്ന് വിചാരിക്കും. തൊട്ടടുത്ത പരീക്ഷയിൽ എന്ത് ചെയ്യും? വീണ്ടും അത് തന്നെ ചോദിക്കും. എന്ത് ചെയ്യുക, നിങ്ങൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആൾറെഡി ഉള്ള സാധനം എന്ന് പറയുമ്പോഴത്തേക്കും CSCB നടത്തിക്കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. അപ്പോൾ ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും റിപ്പീറ്റഡായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് കൃത്യമായിട്ട് ചെയ്തതും കൂടെയാണ് കോഴ്സ് കഴിയുന്നതിന് മുന്നേ തന്നെ റാങ്ക് ലിസ്റ്റിലേക്ക് നമ്മുടെ വിവേകിന് എത്താൻ കാരണമായത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ആൾക്കാർക്ക് ഒരു മെസ്സേജ് കൊടുക്കാമോ? മെസ്സേജ് ആയിട്ട് പറയാൻ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക, എന്തായാലും ഉറപ്പായിട്ട് കിട്ടും. കാരണം എന്ന് വെച്ചാൽ ബാക്കിയുള്ള എക്സാംസൊക്കെ എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ബാക്കിയുള്ള എക്സാംസൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് CSCB കുറച്ചും കൂടി എളുപ്പമാണ്, ബെറ്ററുമാണ്. അതായത് എളുപ്പം ക്രാക്ക് ചെയ്യാം. നിങ്ങൾ കുറച്ചൊരു എഫേർട്ട് ഇട്ടാൽ മാത്രം മതി, CSCB പെട്ടെന്ന് ക്രാക്ക് ചെയ്യാമെന്നുള്ള ഒരു എക്സാം മാത്രമാണ്. എല്ലാവരും നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് വരിക. എല്ലാവർക്കും വിജയാശംസകൾ.